5:55 ജനശതാബ്ദിയിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവാണ്. അവിടുന്ന് നേരെ ബസ്സിൽ ബത്തേരിയിലേക്ക്. ഉത്രാളിക്കാവ് എല്ലാവർക്കും പരിചിതമായൊരു സ്ഥലമായിരിക്കും അല്ലേ. ഏറ്റവും മനോഹരമായ സമയം ഇത് കാണാമെന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞിരിക്കുമ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് നേരെ കോഴിക്കോടേക്ക് എത്തി. കോഴിക്കോട് നിന്ന് ഒരു ഓട്ടോയിൽ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഒരിടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചു. ജ്യൂസ് കുടിച്ച് നേരെ KSRTC സ്റ്റാൻഡിൽ കയറി ബസ് നോക്കി നേരെ ബസ്സിൽ കയറി. ഇനി നേരെ ബത്തേരിയിലേക്ക്. കേരളത്തിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയാണ് ബത്തേരി. ഒരു മുട്ടായി കടലാസ് പോലും അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഈ കാണുന്ന പൂമരയില്ലേ, ഇത് പണ്ട് മഴക്കാലത്ത് ചരിഞ്ഞു പോയതാണ്. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ പൂമരത്തെ ഉയർത്തി നിർത്തി ഇപ്പം നല്ല മനോഹരമായ രീതിയിൽ ബത്തേരിയിൽ നിൽക്കുന്നുണ്ട്. ഡിപ്പോയിലെത്തിയപ്പോൾ തന്നെ അച്ഛനും അമ്മൂസും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ അച്ഛനെയും അമ്മൂസിൻ്റെയും കൂടെ വീട്ടിലേക്ക് പോയി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇത് ടോമി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഭയങ്കര സ്നേഹമാണ് ടോമിക്ക്. ടോമി മാത്രമല്ല, വേറൊരു കുറുമ്പനും കൂടെ ഉണ്ട്. കുറുമ്പ് കാരണം അമ്മ കെട്ടിയിട്ടിരിക്കാം. ടൈഗറാട്ടോ. കഴിഞ്ഞ മാസം ഞങ്ങൾ വന്നപ്പോൾ നല്ല ചെറിയ കുട്ടിയായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളർന്ന് നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് 2 പേരും. ഒരാളെ സ്നേഹിച്ചാൽ ഒരാൾക്ക് കുശുമ്പ് വരുന്നുള്ളത് കൊണ്ട് 2 പേരും ഒരുമിച്ച് സ്നേഹിക്കുന്നതാണ്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചേച്ചി കൂട്ടാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് പോയി. കൃഷി സമയം അല്ലാത്തത് കൊണ്ടാണ് തറവാടിൻ്റെ മുറ്റം വരെ വണ്ടി പോകുന്നത്. ഇല്ലെങ്കിൽ വയലിൽ കൂടെ നടന്ന് നമ്മൾ തറവാട്ടിലേക്ക് പോകണം. ഒരു ചെറിയ ഓഫ് റോഡ് പോലെയാട്ടോ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി. ഇന്നെല്ലാവരും ഞങ്ങളുടെ വീട്ടിലോട്ടോ കൂടുന്നത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ടൈഗർ അവിടെ ഞങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.